ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള മാട്രിക്സ് മെത്തേഡിനെ സംബന്ധിച്ചാണ്. ആദ്യമായി നാം ഡിസ്കസ് ചെയ്യുന്നത് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചാണ്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ആ കാര്യം വിശദീകരിക്കാം. ഇപ്പോൾ 2x + y = 6 എന്നും x - y = 3 എന്നുമാണ് നമുക്ക് തന്ന പെയർ എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് a = ഒരു കോഎഫിഷ്യന്റ്, അതായത് ഈ ഇക്വേഷനിലെ എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റ് 2, 1, 1, -1. ആദ്യമായിട്ട് ഇതാണ് എഴുതേണ്ടത്. പിന്നീട് എക്സ് എന്ന ഒരു കോളം മെട്രിക്സ് അഥവാ ഇതിലുള്ള വേരിയബിൾസിന്റെ ഒരു കോളം മെട്രിക്സ് എഴുതുക. തുടർന്ന് ബി എന്ന ഒരു മെട്രിക്സ് അഥവാ ഇവിടുത്തെ കോൺസ്റ്റന്റ് നമ്പറുകൾ ഒരു കോളം മെട്രിക്സ് ആക്കി എഴുതുക. ഇതാണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട മെട്രിക്സുകൾ. അതിനുശേഷം AX = B എന്നതാണ് ഒരു മാട്രിക്സ് ഇക്വേഷൻ. അതായത് ഈ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് മാട്രിക്സ് ഇക്വേഷൻ ആണ് AX = B. നോക്കൂ, ഈ എയും എക്സും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 × x 2x + 1 × y = B എന്നുള്ളിടത്ത് =6 ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടും. അതേപോലെ 1x - 1y അഥവാ x - y = 3. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇനി ആദ്യമായി നമ്മൾ ഡിറ്റർമിനന്റ് A കാണാം. ഡിറ്റർമിനന്റ് A കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 × -1 -2 -1 = -3. ഡിറ്റർമിനന്റ് A 0 അല്ലെങ്കിൽ അഥവാ നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ സൊല്യൂഷൻ യുണീക്ക് ആണ്, എ സിംഗിൾ സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല x = A ഇൻവേഴ്സ് × B ആണ്. ഇതാണ് നമുക്ക് യുണീക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി നമുക്കറിയാം A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ഡിറ്റർമിനന്റ് A × അഡ്ജോയിന്റ് A എന്നാണ്. അപ്പോൾ നമ്മൾ അഡ്ജോയിന്റ് A ഇനി എഴുതുമ്പോൾ അഡ്ജ് A അഥവാ അഡ്ജോയിന്റ് A നമുക്കറിയാം, വളരെ സിമ്പിൾ ആണ്. പ്രിൻസിപ്പൽ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുക, ഓഫ് ഡയഗണലിന്റെ സിമ്പിൾ മാറ്റുക. അപ്പോൾ ഇവിടുത്തെ ഓഫ് ഡയഗണലിൽ സിമ്പിൾ മാറ്റുമ്പോൾ ഈ 1 - 1 ആവും, ഈ 1 - 1 ആവും. ഇത് അങ്ങോട്ടോട്ട് മാറുമ്പോൾ ഇവിടെ 2 എന്നാവും. Therefore A inverse എന്താണ്? 1/-3 × മെട്രിക്സ് -1 -1 -1 2 എന്നതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ നമുക്ക് ഈ 1/3 പുറത്ത് നിർത്തുകയും ഈ നെഗറ്റീവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 1 1 -2. ഇതാണ് A ഇൻവേഴ്സ്. ഇനി ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x = ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/3 × 1 1 1 -2 × B എന്ന് പറയുന്നത് 6 3 ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ = 1/3 × 1 × 6 6 + 1 × 3 3 1 × 6 6 -2 × 3 -6. So we will get the answer 1/3 × 9 0 എന്ന് കിട്ടും. ഇനി ഈ 1/3 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 3 എന്ന് കിട്ടും. ഈ 1/3 0 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് ആണ്. എക്സ് ആക്ച്വലി എന്താണ്? കോളം മെട്രിക്സ് XY ആണ്. ഇതിൽ നമുക്ക് എക്സിനെ വാല്യൂ 3 എന്നും വൈയുടെ വാല്യൂ 0 എന്നും കിട്ടും. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇനി ഈ സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ 3 0 എന്നീ വാല്യൂസ് ഇക്വേഷനിൽ കൊടുക്കുക. 2 × 3 6 + 0 6 3 - 0 = 3. Therefore this is the solution. ഇനി നമുക്ക് 3 വേരിയബിൾസ് ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ചെയ്യാം. ബോർഡിലെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് A = കോഎഫിഷ്യന്റുകൾ, അതായത് 1 -1 1 1 -2 -2 2 1 3 ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമുക്ക് x എന്ന് പറയുന്ന കോളം മെട്രിക്സ് നമ്മൾ x y z നേരത്തെ പ്രോബ്ലത്തിൽ 2 വേരിയബിൾ ഉണ്ടായിരുന്നുള്ളൂ, കാരണം അത് 2 ഇക്വേഷൻസ്. ഇത് 3 വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതേപോലെ B = കോളം മെട്രിക്സ്
491. ഇനി ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് എ എന്താണ്? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 1 ഇൻറ്റു ഈ 1 ഉൾക്കൊള്ളുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -6 + 2 -+1 ആണ് വരിക. കാരണം ഇവിടെ മൈനസ് ചേർക്കണം, ഈ നെഗറ്റീവ് കൂടി ചേരുമ്പോൾ പ്ലസ് ആയി. ഇനി 3 + 4 എന്നാണ് ഇവിടെ വരിക. കാരണം 1 × 3 3യും -4 + 4 ആയിരിക്കും. +1 ഇൻറ്റു ഈ 1 ഉൾക്കൊള്ളുന്ന കോളം റോയും ഡിലീറ്റ് ചെയ്താൽ 1 + 4 എന്നാണ് കിട്ടുക. സോ ദിസ് ഈസ് -4 + 7 + 5 = 8. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് 8 ആണ് കിട്ടുക. ഡിറ്റർമിനന്റ് 0 അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ യുണീക്ക് ആണ്. അഥവാ എക്സിനും വൈക്കും സെഡിനും ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും. ആ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ x = A ഇൻവേഴ്സ് × B ആണ്. ഇതാണ് നമ്മളെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി A ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? A ഇൻവേഴ്സ് 1/ഡിറ്റർമിനന്റ് A ഇൻറ്റു അഡ്ജ് അഥവാ അഡ്ജോയിന്റ് A. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ A ഇൻവേഴ്സ് കാണുന്നു. A ഇൻവേഴ്സും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വില കിട്ടും. ഇനി അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കോഫാക്ടേഴ്സ് എഴുതണം. ആദ്യത്തെ കോഫാക്ടർ A11. A11 എന്ന് പറയുമ്പോൾ ഈ 1 ഉൾക്കൊള്ളുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? -2 -2 1 3 എന്നാണ്. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -6 + 2 -4 എന്നാണ് കിട്ടുക. എഗെയിൻ A12 എന്ന് ചേർക്കുമ്പോൾ നമ്മൾ മുന്നിൽ മൈനസ് ചേർക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 1 + 2 ഓഡ് ആണെങ്കിൽ മൈനർ മുന്നിൽ നെഗറ്റീവ് ചേർക്കണം. അപ്പൊ ഇത് ഉൾക്കൊള്ളുന്ന റോയും കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 - 2 2 3 എന്ന് കിട്ടും. 3 + 4 7 മുന്നിൽ മൈനസ് ഉള്ളതുകൊണ്ട് -7. എഗെയിൻ A13 എന്ന് പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന കോളം റോയും വെട്ടിക്കഴിഞ്ഞാൽ 1 - 2 2 1. അപ്പൊ ഇത് നമുക്ക് 1 + 4 = 5 എന്നാണ് കിട്ടുക. ഇനി A21 എന്ന് പറയുമ്പോൾ മുന്നിൽ മൈനസ് ചേർക്കണം. ഈ റോയും കോളം വെട്ടിക്കഴിഞ്ഞാൽ -1 1 -1 1 1 3 എന്നാണ് കിട്ടുക. ദിസ് ഈസ് -3 -4 മുന്നിൽ മൈനസ് ഉള്ളതുകൊണ്ട് +4. എഗെയിൻ A22 എന്ന് പറയുമ്പോൾ ഇതാണ് ഈ എലിമെന്റ് ഉൾക്കൊള്ളുന്ന റോയും കോളം കട്ട് ചെയ്താൽ 1 1 2 3 1 1 2 3 = 1 എന്ന് കിട്ടും. A23 മുന്നിൽ നെഗറ്റീവ് ചേർക്കണം. ഉൾക്കൊള്ളുന്ന കോളം 1 - 1 2 1 1 - 1 2 1. അപ്പോൾ നമുക്ക് -3 എന്നാണ് കിട്ടുക. എഗെയിൻ A31 എന്ന് പറയുമ്പോൾ -1 1 -2 -2. അപ്പോൾ നമുക്ക് 2 + 2 4 എന്ന് കിട്ടും. A32 മുന്നിൽ മൈനസ് ചേർക്കണം. റോയും കോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 1 1 -2 1 1 1 -2. ഇത് -3 എന്നായി, മുന്നിൽ മൈനസ് ഉള്ളതുകൊണ്ട് +3 ആവും. A33 = 1 - 1 1 -2. അപ്പോൾ നമുക്ക് -2 + 1 -1 എന്നാണ് കിട്ടുക. ഇപ്പൊ നമുക്ക് 9 കോഫാക്ടേഴ്സ് കിട്ടി. ഇനി ഈ കോഫാക്ടേഴ്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് A. അപ്പൊ നമുക്ക് അഡ്ജ് A = നമ്മൾ ഓരോന്നും എഴുതുക. -4 -7 5 4 1 -3 4 1 -3 4 3 -1 4 3 -1 എന്നതിന്റെ ട്രാൻസ്പോസ് ആണ് നമുക്ക് കിട്ടുക. Therefore അഡ്ജ് A നമുക്ക് ഇവിടെ എഴുതാം. അഡ്ജ് A = ട്രാൻസ്പോസ് ചെയ്തുമ്പോൾ എന്താ കിട്ടുക? -4 -7 5 4 1 -3 4 3 -1. ഇതാണ് നമുക്ക് അഡ്ജോയിന്റ് കിട്ടുക. ഇനി നമ്മൾ A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. A ഇൻവേഴ്സ്
എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് എ 1/8 ഇൻറ്റു അറ്റ് ജെ ഇവിടെ -4 4 4 -7 1 3 5 -3 -1. ഇനി നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ x is equal to 1/8 into -4 4 4 -7 1 3 5 -3 -1 into b എന്ന മെട്രിക്സ് 4 9 1. ഇനി ഇത് മൾട്ടിപ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈക്വൽ ടു 1/8 into -4 into 4 -16 plus 4 9 36 plus 4. അടുത്തത് -28 plus 9 plus 3. അടുത്തത് 20 -27 -1. So which is equal to 1/8 into this is -16 40 24. ഇത് 9 3 12 ആണ് -16. ഇത് 28 -8 ആണ്. അപ്പോൾ ഇതോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 എന്ന് കിട്ടും, ഇവിടെ -2 എന്ന് കിട്ടും, ഇവിടെ -1 എന്ന് കിട്ടും. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? എക്സ് ആണ് കിട്ടിയത്. എക്സ് എന്ന് എന്താ? കോളം മെട്രിക്സ് എക്സ് വൈ സെഡ് ആണ്. ഇതിൻ്റെ വാല്യൂ ആണ് 3. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു -2, സെഡ് ഈക്വൽ ടു -1. ഇതാണ് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ. ഇനി ഈ സൊല്യൂഷൻ ക്ലിയർ ആണോ കറക്റ്റ് ആണോ നോക്കാൻ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. എക്സിന് 3 കൊടുക്കുമ്പോൾ 3, വൈക്ക് -2 കൊടുക്കുമ്പോൾ അപ്പോൾ 3 + 2 ആവും 5 ആയി. 5 -1 4 ആയി ഉണ്ടല്ലേ. അതേപോലെ ഇക്വേഷനിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഈ മെത്തേഡിനെയാണ് നമ്മൾ മാട്രിക്സ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്.